ടിയുടെ കൂടെ തുഞ്ചൻപറമ്പിൽ 20 വർഷം തുഞ്ചൻ സ്മാരകത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായി ജോലി ചെയ്ത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു സൗഭാഗ്യമായിരുന്നു എന്നുള്ളത്. എൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ദേശീയ തലത്തിൽ എഴുത്തുകാരിയായിട്ട് ബന്ധപ്പെടാനും ഒരു എഴുത്തുകാരൻ എങ്ങനെ ആയിരിക്കണം എന്നതിൻ്റെ ഒരു മാതൃക അദ്ദേഹം എനിക്ക് പറയാതെ പറഞ്ഞു തരികയാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു കാലം വലിയൊരു കാലം തന്നെയായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ടി ഇതുപോലെ തന്നെ എനിക്ക് മാത്രമല്ല മറ്റ് പലർക്കും മാതൃകയായിട്ടുണ്ടായിട്ടുണ്ട്. തുഞ്ചൻപറമ്പിൽ ജോലി ചെയ്യുന്ന കാലത്ത് ടിയെ കണ്ടാൽ വിചാരിക്കും അദ്ദേഹം വളരെ ഗൗരവമുള്ള മനുഷ്യനാണ്. എന്നാൽ ആ 21 വർഷവും ഒരു ബോസിൻ്റെ പോലെ, മേധാവിയെപ്പോലെ എന്നോട് ഒരു കടുത്ത വാക്കോ ശാസനയോടുകൂടി ഇങ്ങനെ ചെയ്യണം എന്നൊരു കൽപ്പന പോലും അദ്ദേഹം ചെയ്തിട്ടില്ല. അദ്ദേഹം ഇങ്ങനെ ആകുന്നതല്ലേ നല്ലത് എന്നൊരു അഭിപ്രായം മുന്നോട്ട് വയ്ക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ നിശബ്ദമായിട്ടുള്ള സാന്നിധ്യത്തിൻ്റെ ശക്തി, അദ്ദേഹം എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ അറിയാതെ ചെയ്തു പോകും. അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആഗ്രഹം പൂർത്തീകരിക്കാൻ തുഞ്ചൻപറമ്പിലുള്ള ജീവനക്കാരും ട്രസ്റ്റ് മെമ്പേഴ്സുമെല്ലാം സമർപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് അദ്ദേഹത്തിൻ്റെ ഇന്ന് മാനേജ്മെൻറ്റ് പണ്ഡിറ്റുകൾക്കും അറിയാൻ പറ്റാത്ത രീതിയിൽ മറ്റുള്ളവരെ സ്വാധീനിക്കാനും അവരെ പ്രവർത്തന നിരതരാക്കാനുമുള്ളൊരു ആയിട്ടുള്ളൊരു സിദ്ധി ടിക്കുണ്ട് എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഈ സിദ്ധി കൊണ്ടാണ് എഴുത്തിൻ്റെ രംഗത്ത് മാത്രമല്ല യുടെ രംഗത്തിൽ മറ്റ് സ്ഥാപനങ്ങൾ ഭരിക്കുന്നവർക്ക് എല്ലായിടത്തും അദ്ദേഹം വിജയിക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിലുള്ള എന്തെല്ലാമോ സവിശേഷമായ ഘടകങ്ങളാണ്. തുഞ്ചൻ സ്മാരകം ടി വന്നോടുകൂടി ഒരു ലോകോത്തരമായിട്ടുള്ള സ്ഥാപനമായിട്ട് തന്നെ മാറിക്കഴിഞ്ഞു. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റായിട്ട് ടി വന്നോടുകൂടി കേരള സാഹിത്യ അക്കാദമി ഒരു സുവർണ ദശയിലേക്കാണ് കടന്നത്. സത്യം പറയുകയാണെങ്കിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിക്ക് ആ സുഹൃതം നഷ്ടപ്പെട്ടു. അദ്ദേഹം തോറ്റുപോയി. പക്ഷേ ആ തോൽവി വിജയത്തേക്കാൾ വലിയ വിജയമായിരുന്നു. എങ്ങനെയാണ് ഒരു എഴുത്തുകാരൻ ആത്മാഭിമാനം പണയപ്പെടാതെ ഒരു മത്സര രംഗത്ത് നിൽക്കേണ്ടത് എന്നതിൻ്റെ മാതൃകയാണ് അദ്ദേഹം കാണിച്ചത്. എഴുത്തുകാരോട് വേറെ നിലയ്ക്ക് അനാവശ്യമായിട്ടുള്ള സ്വാധീനം നടത്തി വോട്ട് നേടാനൊന്നും പോയിട്ടില്ല. അദ്ദേഹം ഒന്ന് ഇറങ്ങി തിരിച്ചു വെച്ചാൽ ജയിക്കുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിനൊരു തത്വമുണ്ടായിരുന്നു. എഴുത്തുകാരെ സ്ഥാപനത്തിന് വേണ്ടി നിൽക്കുമ്പോൾ അവർ കണ്ടറിഞ്ഞ് ചെയ്യട്ടെ, അല്ലാതെ മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു തെരഞ്ഞെടുപ്പ് പോലെ അല്ല ഇത് എന്ന എഴുത്തുകാരൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ഇലക്ഷനിൽ തോറ്റാലും അത് എഴുത്തുകാരൻ്റെ വ്യക്തിത്വത്തിൻ്റെ വലിയൊരു മഹാവിജയമായിട്ടാണ് കലാശിച്ചിട്ടുള്ളത്. എല്ലാ കാലത്തും നിലപാടുകളും വ്യത്യസ്തമാണ്. ഒരു രീതിയിലും ഇത്തരം വർഗീയ കക്ഷികളെ ഇല്ല. 21 വർഷക്കാലം അടുത്ത് പ്രവർത്തിച്ചു. തുഞ്ചൻപറമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങളാണ്. ഇതിനകത്ത് ഈ നിലപാടുകൾക്കകത്ത് കാത്തുസൂക്ഷിക്കുന്നതിനകത്ത് എത്രത്തോളം കാർക്കശ്യമൊക്കെയാണ് കാണിക്കുന്നത്. അദ്ദേഹം മൗലികമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഒരു വിട്ടുവീഴ്ചയും അദ്ദേഹം ചെയ്യാൻ തയ്യാറില്ല. തുഞ്ചൻപറമ്പിൽ പല ശക്തികളും വന്ന് അതിനെ ദുരുപയോഗപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ടി എന്നൊരു പ്രതിരോധ ശക്തി ഉള്ളതുകൊണ്ട് മാത്രമാണ് തുഞ്ചൻപറമ്പ് എല്ലാവർക്കുമുള്ളതാണ്, ഇവിടെ മറ്റൊരു വർഗീയ താല്പര്യങ്ങളും കടത്തുകയില്ല എന്ന് ശഠിച്ചു നിന്നു അതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരായിട്ട് തെളിഞ്ഞും ഒളിഞ്ഞും എന്തെല്ലാം അക്രമങ്ങളുണ്ടായി. പക്ഷേ അതിനൊന്നും കൂസാതെ അദ്ദേഹം നിന്നു. ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നതാണ്. തുഞ്ചൻപറമ്പിൻ്റെ എഴുത്തച്ഛൻ ആരെയും കുത്തകയല്ല, എല്ലാവർക്കുമുള്ളതാണ്. എഴുത്തിനിരുത്തൽ തന്നെ തീർത്തും മതേതരമാക്കി മാറ്റി. അതിൻ്റെ മുമ്പ് എഴുത്താശന്മാർ മാത്രമാണ് കുട്ടികളെ എഴുത്തിരുന്നിരുന്നു. തുഞ്ചൻപറമ്പിൽ എഴുത്തുകാരുടെ എഴുത്തിനിരുത്തൽ തുടങ്ങി. അതിൽ എല്ലാ ജാതിയിലും മതത്തിലും പറ്റ എഴുത്തുകാർ, സ്ത്രീയും പുരുഷനും, അങ്ങനെ മലയാളിയുടെ ഒരു വലിയ സാംസ്കാരിക ഉത്സവമായിട്ട് അടയാളമാക്കി എഴുത്തിനിരുത്തലിനെ മാറ്റി.
കേരള സാഹിത്യ അക്കാദമിയിലും എഴുത്തിനിരുത്തൽ തുടങ്ങി. പല വിവാദങ്ങളും ഉണ്ടായിരുന്നു. കേരള സാഹിത്യ അക്കാദമിയിൽ എഴുത്തിനിരുത്തുന്നത് ശരിയാണോ, അതൊരു മതപരമായ ചടങ്ങിൻ്റെ ഛായയില്ലേ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ അതിനെ അദ്ദേഹം തീർത്തും കേരളീയമായിട്ടുള്ള ഒരു അക്ഷര പാരമ്പര്യത്തിൻ്റെ പ്രഖ്യാപനമായി മാറ്റി. അതോടുകൂടി പിന്നെ പള്ളിയിലും അമ്പലത്തിലും സർവകലാശാലകളിലും ഒക്കെ എഴുത്തിനിരുത്തൽ തുടങ്ങി. മലയാളിയുടെ ലോകം ശ്രദ്ധിക്കുന്ന പരിഭാവനമായിട്ടുള്ള അർത്ഥസമ്പൂർണമായിട്ടുള്ളൊരു ചടങ്ങായിട്ട് എഴുത്തിനിരുത്തൽ മാറുകയാണ് ചെയ്തത്. ഇങ്ങനെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ദിശയെ തന്നെ കുട്ടിഘോഷങ്ങളില്ലാതെ ബഹളങ്ങളില്ലാതെ നിർണയിച്ചു കൊണ്ടുപോയ മഹാവ്യക്തിത്വമായിരുന്നു എം ടിയുടേത്.